മോക്ഷദ ഏകാദശി മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. ഇത് വൈകുണ്ഠ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ധനുമാസത്തിലെ ഏകാദശിയാണ് മലയാളികൾ വൈകുണ്ഠ ഏകാദശിയായി കണക്കാക്കപ്പെടുന്നത്. അന്നാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തത് എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. അന്ന് വ്രതം അനുഷ്ഠിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക എന്നിവ അതിവിശേഷമാണ്. അന്ന് വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു നടയിൽ കൂടി പ്രവേശിച്ച് ദർശനം നടത്തി മറ്റൊരു നടയിലൂടെ പുറത്തു വന്നാൽ സ്വർഗത്തിൽ പ്രവേശിച്ച ഫലമുണ്ടാകുമെന്ന് ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അടുത്തത് ഉൽപ്പത്തി ഏകാദശി മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ്. ഈ ദിവസം ശ്രീകൃഷ്ണ പൂജയ്ക്ക് അതിവിശേഷമാണ്. ഗുരുവായൂർ ഏകാദശി എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. മോക്ഷദായകമായ ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ ത്രിമൂർത്തികളുടെയും അനുഗ്രഹം സിദ്ധിക്കും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്ന പുണ്യദ ഏകാദശി പൗഷമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. ഈ ദിവസത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് പുണ്യവും പുത്രസിദ്ധിയും കൈവരുന്നു. സഫല ഏകാദശി പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി. സകല അഭീഷ്ടങ്ങളും സഫലമാക്കുന്നതാണ് ഈ ദിവസത്തെ വ്രതാനുഷ്ഠാനം. ജയ ഏകാദശി മാഘമാസത്തെ വെളുത്തപക്ഷം ഏകാദശിയാണിത്. ഇത് ഭീമൈക ഏകാദശി എന്നും അറിയപ്പെടാറുണ്ട്. ഭീമസേനൻ ഈ വ്രതം അനുഷ്ഠിച്ചതായി ഒരു പ്രസിദ്ധിയുണ്ട്. ശ്രേയസ്, കുടുംബസൗഖ്യം എന്നിവ ഈ വ്രതാനുഷ്ഠാനം മൂലം കൈവരുന്നു. അടുത്തത് ഇഷ്ടതില ഏകാദശി മാഘമാസത്തെ കൃഷ്ണപക്ഷ ഏകാദശിയാണിത്. ഈ ദിനത്തിൽ പഞ്ചാമൃതത്തിൽ എള്ള് ചേർത്ത് മഹാവിഷ്ണുവിനെ അഭിഷേകം നടത്തുന്ന ഒരു പതിവുണ്ട്. എള്ളു ചേർത്ത ഭക്ഷണം കഴിക്കുകയും അത് അന്യർക്ക് ദാനം ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതായി കാണപ്പെടുന്നു. ഇതുമൂലം വൈകുണ്ഠ ലോക പ്രാപ്തിയാണ് ഫലമായി കാണുന്നത്. അടുത്ത ദിവസം ബാക്കി ഏകാദശികളുമായി വരാം. ഓക്കെ.